മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് കോട്ടയം നീരിക്കാട് മരിച്ച അഭിഭാഷക ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം ഇന്ന് എന്നതാണ്. പള്ളിയിലെ പൊതുദർശനത്തിന് ശേഷം വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പാലാ പൈങ്കുളം സെയിന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ 3 മണിക്കാണ് ജിസ്മോളുടെയും മക്കളായ നേഹ, നോറ എന്നിവരുടെയും സംസ്കാരം. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, വിവരങ്ങൾ. അനുജ, അല്പസമയം മുമ്പാണ് മുത്തോലിയിലുള്ള ജിസ്മോളുടെ തറവാട്ട് വീട്ടിലേക്ക് ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഈ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരും അത്രത്തോളം വലിയ ദുഃഖത്തിലായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ജിസ്മോള് ഈ വാർഡിലെ മെമ്പർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ജനസമൂഹം ഇവിടെ ഈ മൃതദേഹങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീടിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകൾ സമീപത്തുള്ള ഇടവക ദേവാലയത്തിൽ നടക്കുക. രാവിലെ ഈ പാലായിലുള്ള മരിയൻ ആശുപത്രിയിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വേണ്ടി ഈ ഭർത്തൃ വീട്ടിലുണ്ട് സമീപത്തുള്ള അവരുടെ ഇടവക പള്ളിയായിട്ടുള്ള ലൂർദ് മാതാ പള്ളിയുടെ പാരിഷ് ഹാളിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ഏകദേശം 9 മണി മുതൽ 10:30 വരെ പൊതുദർശനം നടന്നു. അതിനുശേഷമാണ് പാലാ മുത്തോലിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ 3 മണിയോടുകൂടി തന്നെ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജിസ്മോളുടെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. ഗാർഹിക പീഡനത്തിൽ വലിയ രീതിയിൽ ഗാർഹിക പീഡനം ഉണ്ടായി. സമ്പത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ രീതിയിലുള്ള പീഡനം ഭർത്തൃ വീട്ടിൽ നിന്നും അനുഭവിച്ചു എന്നാണ് അച്ഛനും സഹോദരനും എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ വിശദമായിട്ടുള്ള മൊഴി അച്ഛൻ്റെയും സഹോദരിയുടെയും രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസും തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വശത്ത് സംസ്കാരത്തെ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംസ്കാരം. അച്ഛനും സഹോദരനും വിദേശത്തായതുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോയത്. എന്തായാലും 3 മണിയോടുകൂടി ഈ 3 പേരുടെയും സംസ്കാരം നടക്കുമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അനുജ, കോട്ടയം നീരിക്കാട്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അഭിഭാഷക ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ പള്ളിയിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം പാലാ മുത്തോലിയിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടാണ് സംസ്കാരം. പൈങ്കുളം സെയിന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ 3 മണിക്ക് ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നടക്കും.